അതിൽ താങ്കൾ ദേശാഭിമാനി എഴുതിയ ലേഖനത്തിൽ ADGPയുടെ നടപടി വൈകുന്നതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് താങ്കളെപ്പോലെ ഒരു മന്ത്രി തന്നെ ഇത് ന്യായീകരിക്കുന്നത്? അല്ല, അത് എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്ന് LDF കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ സംവിധാനമാകുമ്പോൾ ഞാനത് ആദ്യത്തെ ദിവസവും വ്യക്തമാക്കിയതാണ്. ഇന്ന് എഴുതിയപ്പോൾ വേറെ രീതിയിൽ എടുത്തുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിമാർക്കെതിരെയോ എല്ലാം ആരോപണങ്ങളോ പരാതികളോ എല്ലാം ഉയർന്നു വരാം. അങ്ങനെ വരുമ്പോൾ തന്നെ ആളുകളെ മാറ്റിനിർത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ഭരണ സംവിധാനം തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അടിസ്ഥാനമുള്ള പരാതിയാകാം, അടിസ്ഥാനരഹിതമായ പരാതിയാകാം, പ്രത്യേക താല്പര്യപ്രകാരം പരാതി മാത്രം നൽകുന്നതാകാം. അപ്പോൾ അതിലെല്ലാം നമ്മൾ നടപടിയെടുത്താൽ പിന്നെ ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒരു മുറയിലുണ്ടാവില്ല. അത്തരം പരാതി കിട്ടുമ്പോൾ ആദ്യം പ്രഥമ ദൃഷ്ടിയ കേസുള്ളതാണെങ്കിൽ അത് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ ആളുകളെ മാറ്റിനിർത്തി തുടരെ അന്വേഷണം നടത്തും. അന്വേഷണം നടക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശമായ നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തിൽ ഒന്ന് തൃശ്ശൂർ പൂരം സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി, പത്രസമ്മേളനത്തിലും പറഞ്ഞു, തൃശ്ശൂർ പൊതുയോഗത്തിലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി. ആ റിപ്പോർട്ട് ഇപ്പോൾ ഏകദേശം ഒരു നിർണായക ഘട്ടത്തിലാണ്. ആ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി കൂടി കണ്ട് വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് എന്താണോ അതിനകത്തുള്ള നിർദ്ദേശങ്ങൾ അത് വിലയിരുത്തി ഗവൺമെൻറ് തന്നെ ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കും. അപ്പോൾ അതിന് കാത്തിരിക്കുക. അതിനിപ്പോൾ 2-3 ദിവസം കാത്തിരിക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച കാത്തിരിക്കുക, അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അത് രാഷ്ട്രീയ താല്പര്യങ്ങളായിട്ട് മാറുന്നത്. ഇതാണ് സർക്കാരിന് സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയുന്നത്. ഒരു കുറ്റക്കാരും സർക്കാർ സംരക്ഷിക്കുന്നില്ല. എന്നാൽ ആരോപണങ്ങളുടെ പേരിൽ ഒരാളെയും പെട്ടെന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. ആ കാര്യമാണ് ഞങ്ങളെല്ലാവരും ഒരേ കാര്യം തന്നെ അവരവരുടെ രീതികളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂടുതൽ അൻവറിന്റെ വിഷയം തന്നെ ചോദിച്ചു. അപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന നടപടി ഇപ്പോൾ തടയണ പൊളിക്കാനുള്ള നടപടികളിലേക്ക് തദ്ദേശ അല്ല അത്തരം കേസെടുക്കുന്നു. അപ്പോൾ അത് അൻവർ പറയുന്ന ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമാണ്. ഇതുവരെ ഉണ്ടാകാതിരുന്ന നടപടി, CPM ഇതുവരെ ചെയ്യാതിരുന്ന നടപടികളിലേക്ക് ഇപ്പോൾ പോകുന്നത്. അല്ല, അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല, പരിശോധിച്ചാലോ പറയാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഈ നടപടി എടുക്കുന്നില്ല എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളാണ്. ഇതുവരെ അല്ല ഞാൻ പറഞ്ഞത്, അല്ല ഞാൻ പറഞ്ഞ ആ ഭാഗം സെക്രട്ടറി തള്ളിപ്പറഞ്ഞതിന് ശേഷം ഈ നടപടി വരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാമല്ലോ. ഞാൻ പറഞ്ഞത് ഈ നടപടികളൊന്നും എടുക്കുന്നില്ല എന്ന് ഇതിൻ്റെ ഭാഗം ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്നാലും എനിക്ക് പറയാൻ കഴിയില്ല എന്താണ് എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളാണ്. ഒരു കാര്യം, ഇപ്പോൾ ഒരു AICC അംഗം കോൺഗ്രസിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തി. 1 മിനിറ്റ് ദൃശ്യമാധ്യമങ്ങൾക്ക് 1 മിനിറ്റ് സമയം ഉണ്ടായില്ല കൊടുക്കാനായിട്ട്. CPM-നെതിരെ പറഞ്ഞാൽ എത്ര കൊടുത്തു നിങ്ങൾ? 1.5 മിനിറ്റ് കൊടുത്തു. ശരി, ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ നിങ്ങൾ 2.5 മണിക്കൂറും 3 മണിക്കൂറൊക്കെ അല്ലേ. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരെ നിങ്ങളിപ്പോൾ കട്ട് ചെയ്യല്ലേ. ഇപ്പോൾ CPM-നെതിരെ വന്നു കഴിഞ്ഞാൽ അതൊരു ആഘോഷം കേരളത്തിൽ പൊതുവേ ഉണ്ട്. മാധ്യമങ്ങളുടെ ഒരു ആഘോഷമുണ്ട്. ഇപ്പോൾ ഉടൻ തന്നെ ചിലർ പരമ്പരകൾ തുടങ്ങി, പുതിയ വ്യാഖ്യാന നിർമ്മിതികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് പാർട്ടി ഒരേ രൂപത്തിലാണ് പോകുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയും ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഒരേ നിലപാട് തന്നെയാണ്. ആ നിലപാട് കൂടി ചേരുന്ന സംവിധാനത്തിൻ്റെ ഭാഗമാണ്.